നമ്മുടെ രാജ്യത്ത് ഒരു പരീക്ഷയും വളരെ കൃത്യമായിട്ട് നടത്തില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമൊക്കെ ഉണ്ടായി. അതിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വിശ്വാസ്യതയും ഏതാണ്ട് ഇല്ലാതെയായി. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ജൂൺ 2026 UGC നെറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യ പേപ്പറിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അതിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി തുടങ്ങിയ വിഷയങ്ങൾ വീണ്ടും ടെസ്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഏതാണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നടത്തിപ്പുകളിലെ വിശ്വാസ്യത പൂർണ്ണമായി ഇല്ലാതെയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം പിഴവുകൾ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം UGC നെറ്റ് പരീക്ഷയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അന്ന് തന്നെ ധാരാളം പരാതികൾ ഉയർന്നിരുന്നു. നമ്മൾ തന്നെ നീറ്റിന്റെ ചർച്ച ചെയ്യുമ്പോൾ നെറ്റിൽ വന്ന പ്രശ്നങ്ങളെ കുറിച്ച് വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. അതില് കുറേയധികം ചോദ്യങ്ങൾ ഈ അടുത്തടുത്ത വർഷങ്ങളിൽ ചോദ്യങ്ങൾ ഒരേപോലെ ആവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചില ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും കോച്ചിങ് ഗ്രൂപ്പുകളും ചില സ്ഥാപിത താല്പര്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ള വിഷയം സംബന്ധിച്ച് ഈ ചോദ്യങ്ങളൊക്കെ അന്ന് ഉയർന്നിരുന്നു. പക്ഷെ നീറ്റിന്റെ അത്ര ആളുകൾ എഴുതാത്തത് കൊണ്ട്, നീറ്റ് വലിയൊരു വിഷയമായി വന്നതുകൊണ്ട് കുട്ടികളാകെ രംഗത്ത് ഇറങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തപ്പോൾ നെറ്റ് അതിനിടയിൽ ഒതുങ്ങിപ്പോയി. സത്യത്തിൽ NTA അവർക്ക് അന്ന് തന്നെ പറയാമായിരുന്നു. നീറ്റിന്റെ കരാറ്, അതായത് സമരം പിൻവലിക്കുന്ന ഘട്ടത്തിൽ നീറ്റിൽ എന്ന് പറഞ്ഞാൽ നെറ്റിലും അത് ചെയ്യണമെന്ന് പറയായിരുന്നു. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അത്രയും കാലം അത് മറച്ചു വെച്ചു. കാരണം ഈ രണ്ടടി വേണ്ട എന്ന് തീരുമാനിച്ചിട്ട്. പക്ഷെ ഇപ്പൊ എന്തായി? രണ്ടടി വളരെ സെപ്പറേറ്റ് അടി കിട്ടി. രണ്ടടി ഒന്നിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ല. ഇതിപ്പോ ഒരടി കിട്ടി, മാസം കഴിഞ്ഞപ്പോ അടുത്തൊരടി കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ഗുരുതരമായ, വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. വിശ്വാസ്യതയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. നിങ്ങളൊരു പരീക്ഷ നടത്തിയാൽ ആ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയിട്ടുണ്ടോ, യഥാർത്ഥ ക്വസ്റ്റ്യൻസ് ആണോ? ഇനി ഇപ്പൊ കണ്ടോ, 84 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ആൻസർ കീ വരുന്നത്. എന്തിനാണ് ആൻസർ കീ പിറ്റേ ദിവസം ഇടാം? ഒരു പരീക്ഷ നടത്തിയാൽ ആൻസർ കീ പിറ്റേ ദിവസം ഇടാം. കാരണം എന്താ? ആൻസർ കീ നമുക്ക് വീട്ടിലിരുന്ന് നോക്കാനാണല്ലോ. അപ്പൊ നമുക്ക് ഏതാണ്ട് നമ്മുടെ മാർക്ക് അറിയാം എല്ലാവർക്കും. എന്നിട്ട് എന്തെങ്കിലും മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് വരുമ്പോൾ നമുക്ക് പരാതി കൊടുക്കാം. ഇപ്പൊ എന്താ പ്രശ്നം? 84 ദിവസം, ഇപ്പൊ 3 പരീക്ഷയാണല്ലോ മാറ്റിവെച്ചത്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി. ബാക്കി 84 വിഷയങ്ങളുടെ എന്തുകൊണ്ടാണ് ഉത്തരവ് കീ ആദ്യം ഇടാഞ്ഞത്? ഇത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. കാരണം ഇത് നെറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ PhD രജിസ്ട്രേഷൻ അടക്കം, ജോലി അടക്കം, ഇതിന്റെ റിസൾട്ട് വന്നിട്ട് വേണം പലർക്കും ജോലി കിട്ടാൻ. നെറ്റ് കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് ജോലി കിട്ടുള്ളൂ. അപ്പൊ നെറ്റിന്റെ റിസൾട്ട് വരണം. നെറ്റിന്റെ റിസൾട്ട് വളരെ വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ കുട്ടികളുടെ കാര്യം വളരെ പോകാണ്. ഇപ്പൊ 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും പരീക്ഷ നടത്താൻ പോവുക. ഇതിലുള്ള ഒരു ഫലിത ആലോചിച്ച് നോക്കൂ. ഫലിതന്റെ വേദനയോടുള്ള ഒരു ഫലിത എന്ന് പറഞ്ഞാൽ, ഞാനൊരു പരീക്ഷ എഴുതുന്നത് എല്ലാം പഠിച്ച അന്ന് ആ 3 മണിക്കൂർ, അതാണല്ലോ പരീക്ഷ. ആ 3 മണിക്കൂർ എല്ലാം അർപ്പിച്ച് ഞാൻ പരീക്ഷ എഴുതും. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കില്ല. നമ്മുടെ പരീക്ഷയുടെ കുഴപ്പം അതാണ്. ആ വിഷയം മറന്നുപോകും. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും എഴുതാൻ പറയാം. ഇത് നീറ്റിനും ഉണ്ടായതാ. അന്ന് പകുതി ആളുകൾ, 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ എഴുതാതിരുന്നു. ആദ്യം 22 ലക്ഷം എഴുതിയത് പിന്നെ 21 ലക്ഷം ആളുകളാണ് പിന്നെ എഴുതിയത്. എന്ന് പറഞ്ഞാൽ ഇനി എല്ലാവരും എഴുതുമോ? അവരുടെ പ്രായോഗികമായ അസൗകര്യങ്ങളുണ്ട്. ഇവർ പറഞ്ഞ പൈസ രണ്ടാമത് കൊടുക്കണ്ട. പൈസ ഫീസ് കൊടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, പലരും വളരെ ദൂരെ നിന്നായിരിക്കും വന്ന് നെറ്റ് എഴുതണേ. ഇപ്പൊ കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഏതെങ്കിലും ഇടുക്കി എന്നുള്ള ഒരാൾക്ക് എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോയി പരീക്ഷ എഴുതണമെങ്കിൽ അതിന് തന്നെ ഒരു ചെലവുണ്ട്. വീണ്ടും ഇനി കോച്ച് ചെയ്യണം. വീണ്ടും നമ്മൾ ഇതെല്ലാം എടുത്ത് പഠിക്കണം. ചിലപ്പോൾ നോട്ടൊക്കെ പോയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പഠിക്കണം. അപ്പൊ വീണ്ടും ഈ കുട്ടികളുടെ മേൽ ബർഡൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഭാരം കയറ്റി വെച്ച്, ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? കുട്ടികളുടെ കുഴപ്പമില്ലല്ലോ. കാര്യം ആർക്കും തിരക്കില്ല. അവിടുത്തെ ഇവരെ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമില്ല. ഒരു സംവിധാനം മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത, അക്കൗണ്ടബിൾ അല്ലാത്ത, നമ്മൾ നീറ്റ് സമരത്തിലും പറഞ്ഞ ഒരു കാര്യം അതാണ്. ജനാധിപത്യത്തിൽ ഒരു ഭരണകൂടം ജനങ്ങളോട് അക്കൗണ്ടബിൾ ആവണം. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇത്രയൊക്കെ ചെയ്ത ധർമ്മേന്ദ്ര പ്രധാനെ ഒന്ന് രാജിവെപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ടി നമുക്കറിയാം. ഇനി എന്തൊക്കെ വരാതിരിക്കേണ്ടതെന്ന് കാണാമല്ലോ. CBSE പരീക്ഷയിൽ
കുറെ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ ഇവരിപ്പോ കണ്ടു. സ്വാഭാവികമായും പറയാൻ പോകുന്നത് ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ വരുന്ന മാഫിയ ആയിരിക്കാം, അവരായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോ നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു വിഷയം ഉണ്ടായി, അതിനുള്ളിലുള്ള ഒരു ലോബി ഉണ്ട് എന്ന് പറയുന്നു. ആ ലോബിയെ പിടികൂടണം സ്വാഭാവികമായിട്ടും. അത് പിന്നീട് ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ലോബി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുടനീളം എല്ലാത്തിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തം, അതായത് ഇവർ നടത്തുന്ന എക്സാമിൽ ആ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊന്നും പരിശോധിക്കാതെ ആയിരിക്കില്ലേ ഇവർ ഇത്രയും വർഷവും ഇത് നടത്തിക്കൊണ്ടിരുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇത് കുറെ വർഷങ്ങളായിട്ട് ആവർത്തിച്ചല്ലോ. ഈ വർഷം ആവർത്തിച്ചതല്ല, 22-ല് 23-ല് 25-ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറിയും കുറഞ്ഞു. കാരണം ഇത് പുറത്തു വരുന്ന കുറച്ചായിരിക്കും. യഥാർത്ഥത്തിൽ ഇതിനകത്ത് നടക്കുന്ന വ്യവസായം ഒന്നാ. ആ വ്യവസായം വ്യാപാരത്തിനിടയിൽ നിന്ന് ചെറിയ ചില സാധനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ അയ്യോ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചേർന്നു, ഇവിടെ ചേർന്നു എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ മാഫിയ തന്നെയാണ്. ഈ മാഫിയ വളരെ കൃത്യമായും രാഷ്ട്രീയ പിൻബലത്തോടെ നിലനിൽക്കുന്നതാണ്. രാഷ്ട്രീയ പിൻബലം ഇല്ലെങ്കിൽ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾ പോയി ഇപ്പോഴാണല്ലോ ABVP പോലും ഇതിനെതിരായി വന്നത്. അവരുടെ വിദ്യാസംഘടന ഇവരൊക്കെ എവിടെയായിരുന്നു? കഴിഞ്ഞ 4 കൊല്ലം ഇവർ എവിടെയായിരുന്നു? ഇത് ഒരു സംഭവം നടക്കുമ്പോൾ അന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോ യുവാക്കളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു നിയമം ഉണ്ടാക്കി. ഞാൻ ആ നിയമം മുഴുവൻ വായിച്ചു. ആ നിയമം ഇവർ പറഞ്ഞു ശിക്ഷ കൂട്ടിയിട്ടുണ്ട്. ശിക്ഷ കുറവുള്ളതുകൊണ്ടാണോ രാജ്യത്ത് എന്തെങ്കിലും കുറ്റം നടക്കാത്തത്? അല്ലല്ലോ. ഇപ്പൊ ഒരാളെ കൊന്നാൽ വധശിക്ഷയുണ്ട്. പെൺകുട്ടികൾക്കെതിരെ ഇത് ചെയ്താൽ അവർക്കും വലിയ ദീർഘകാല ശിക്ഷയുണ്ട്. ഇതൊക്കെ നടക്കണില്ല. ഇപ്പോൾ ശിക്ഷ കൂട്ടുകയല്ല വേണ്ടത്. ഇത് നടത്തുന്ന മാഫിയയെ രാഷ്ട്രീയമായി ഭരണപരമായി നിയന്ത്രിക്കുകയാണ്. അത് നിയന്ത്രിക്കാനുള്ള ശേഷി ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ 12 വർഷമായി ഒരു ഭരണല്ലേ ഇന്ത്യയിൽ നിൽക്കണേ. ഇവരുടെ ആളുകൾ അറിയാത്തത് ചെയ്യില്ല. അതാ ഞാൻ പറയും. ഇപ്പൊ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ മന്ത്രി എന്ന് പറയുന്ന ഒരാളല്ല, മന്ത്രി ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ്. ഇതിലേക്ക് ഈ സംവിധാനം നടത്താൻ അവരുടെ ഭരിക്കുന്ന കക്ഷിയെ ചുമതലപ്പെടുത്തിയ ആളാണ് മന്ത്രി. ആ മന്ത്രി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട്. ഇതിൽ രാഷ്ട്രീയം മുമ്പ് തന്നെ ചില സ്ഥലത്ത് ചോദ്യം പേപ്പർ ചോർന്നൊക്കെ യുവമോർച്ച നേതാക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് ഗുജറാത്തിലൊക്കെ. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പിൻബലത്തോടെ ദീർഘകാലമായി നടത്തി വരുന്ന ഒരു അഴിമതിയാണ്, ഒരു മാഫിയ വർക്കാണ്. ഒരു പ്രാവശ്യം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് സമ്മതിക്കാം, ഒരു ഉദ്യോഗസ്ഥന്റെ പ്രശ്നമാണ്. ഇതിന് മുമ്പ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ സമ്മതിക്കാം. അങ്ങനെയല്ല, ഇതില് നിരവധി പ്രാവശ്യം ഇത് ആവർത്തിച്ചു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ചോദ്യങ്ങൾ നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ആരും ഉറപ്പ് കൊടുക്കുന്നു. ഇത് വളരെ കോമ്പറ്റീറ്റീവ് ആയ എക്സാമാണ്. 1/2 മാർക്ക് 1 മാർക്ക് പോലും ഇതിൽ വളരെ നിർണായക. നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുമ്പോഴും പോകുമ്പോഴും, പ്രത്യേകിച്ചും നെറ്റിനും അതെ, വളരെ വളരെ ക്ലോസ് കണ്ടസ്റ്റിംഗ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താ? ഈ കുട്ടികൾ പലരും PhDക്ക് രജിസ്റ്റർ ചെയ്യണം. ഇതുവരെ ഒരു തീരുമാനമുണ്ട്. ഇപ്പൊ സോഷ്യോളജി, കോമേഴ്സ്, ഇംഗ്ലീഷ് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവർക്ക് ഇനി എപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞ എപ്പോഴാണ് റിസൾട്ട് വരിക? അതിന് എപ്പോഴാണ് വരികയെന്ന് വല്ല ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ആൻസർ വന്നു. പലതിന്റെയും ചോദ്യ പേപ്പറും ആൻസർ പേപ്പറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു സബ്ജക്റ്റിനല്ല, പല സബ്ജക്റ്റുകൾക്കും ആൻസർ കീയിൽ വളരെ തെറ്റുകളുണ്ട്. ആൻസർ കീയിൽ എങ്ങനെ തെറ്റ് വരുന്നത്? അപ്പോ എത്ര അശ്രദ്ധമായി, എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ കുട്ടികളുടെ ഭാവി ഒരു സർക്കാർ കൈകാര്യം ചെയ്തത്. ഇതൊരു BJP സർക്കാരിനോ വേറെ ഏതെങ്കിലും സർക്കാരിനോ അല്ല പറയുന്നത്, സർക്കാർ കൈകാര്യം ചെയ്തു. അത് തന്നെയാണ് നീറ്റ് സമരത്തിന്റെ അടിസ്ഥാനവും. ഞങ്ങളെ നിങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല, നിങ്ങൾ നിരുത്തരവാദപരമായി ഞങ്ങൾക്കെതിരെ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേറെ വഴിയില്ല. ഇപ്പൊ സമരം കൊണ്ട്, നിയമം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടെന്ന് പോലും വിചാരിക്കുന്ന ഒരാളല്ല. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോഴും സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കണേ. ഇനി നീറ്റ് നടത്തുന്നതും നെറ്റ് നടത്തുന്നതൊക്കെ സ്വകാര്യ ഏജൻസികൾ തന്നെയാണ്, അല്ലാണ്ട് നേരിട്ടല്ല. അപ്പൊ വീണ്ടും ഈ അഴിമതിയൊക്കെ വരാം, ഏതെങ്കിലും തരത്തിൽ വരാം. സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയാം. ഞങ്ങൾ ഒരാളെ ഏൽപ്പിച്ചു, അവര് ചെയ്ത് തെറ്റിപ്പോയി, ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഏൽപ്പിക്കുന്ന ഏജൻസി ആരാണ്? ചോദ്യങ്ങൾ ഇങ്ങനെ ആരാ ഉണ്ടാക്കുന്നത്? ഈ ചോദ്യങ്ങൾ വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പൊ ഇതിൽ വരുന്നു. അത് മാത്രമല്ല, ഒരു സമൂഹത്തിലെ യുവാക്കൾ അവർക്ക് ആശങ്കയുണ്ടായാൽ ആ സമൂഹം നിലനിൽക്കില്ല. അവർക്ക് പ്രതീക്ഷയാണ് വേണ്ടത്. നാളെ ഞങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാവും, ഇവിടെ നടക്കുന്നത് സത്യസന്ധവും സുതാര്യവുമായ സംവിധാനമാണ്
ഞങ്ങൾ നന്നായി പരീക്ഷ എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും, ഞങ്ങൾ നന്നായി പഠിച്ചാൽ ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടും, അങ്ങനെയെങ്കിലും വരണമല്ലോ. അതെ. അത് ഇല്ലാതാവുകയാണ്. അതില്ലാതെ പൂർണ്ണമായിട്ടും അതായത് യുവാക്കളുടെ ഒരു തരത്തിലും ഒരു പ്രതീക്ഷയില്ലാത്ത yes. രീതിയിൽ, അതായത് നമ്മൾ പറയില്ലേ ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തെ BJP-ക്കാർക്ക് പോലും ന്യായീകരിക്കാനുള്ള ഒരു വകയില്ലാത്ത വിധം ഈ കാര്യങ്ങൾ അങ്ങ് അസ്തമിച്ചു എന്ന് അല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങളിൽ, പ്രത്യേകിച്ചും മധ്യവർഗ യൂത്ത്, മധ്യവർഗം ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായി ആദിവാസിക്കൊന്നും ചിലപ്പോൾ എല്ലാവരും ഇത് വന്നോളണമെന്നില്ല. ഇല്ല. പക്ഷെ മധ്യവർഗ വിഭാഗത്തിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥ യുവാക്കളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. യുവാക്കളിൽ ഉണ്ടാവുമ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടാവും, ഇത് വളരെ വലിയ ദോഷമാണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവർ ആദ്യം 2022 തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ, ആദ്യത്തെ തവണ വരുമ്പോൾ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ 3-4 വർഷം അത് ആവർത്തിക്കില്ല. നീറ്റായാലും നെറ്റായാലും CBSE ആയാലും. ഇനി ആര് രാജിവെക്കേണ്ടി വരും സർ? അല്ല, ഇനി രാജിവെച്ചിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ രാജിവെക്കല്ലേ. ഇതിനൊരു സൊല്യൂഷൻ കേന്ദ്രം എങ്ങനെ കണ്ടെത്തും? ഇതിന് സൊല്യൂഷൻ ഒന്നും ഇവർ കണ്ടെത്തില്ല. കാരണം ഈ മാഫിയ ഇവരുടെ നിയന്ത്രണത്തിലുള്ള മാഫിയ. ഞാൻ അങ്ങനെയാ കാണുന്നത്. ഇപ്പൊ ഉണ്ടാക്കിയ നിയമം പോലും അതുകൊണ്ടാണ് ഒരിക്കലും ഇത് തടയാനുള്ളൊരു സംവിധാനം നിയമത്തിലില്ല. അതാ ഞാൻ പറഞ്ഞു, ശിക്ഷ കൂട്ടിയെന്നുള്ളത് കൊണ്ട് കുറ്റം കുറയില്ല ഒരു സ്ഥലത്ത്. നമ്മൾ ശിക്ഷയെ കുറിച്ചുള്ള അതിന്റെ ക്രിമിനോളജി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശിക്ഷ കൂട്ടിയോണ്ട്, ശിക്ഷ കൊണ്ട് പേടിച്ചിട്ട് ആരും കുറ്റം ചെയ്യാതിരിക്കില്ല. അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അല്ല, സിഗരറ്റ് വലിക്കുകയും ഹെൽമെറ്റ് വയ്ക്കുകയൊക്കെ ചെയ്യുന്നവനെ ഉണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ കുറ്റവാളിയായ ഒരാൾ, അതുകൊണ്ട് ലാഭമുള്ള ഒരാൾ ആ കുറ്റം ചെയ്യാതിരിക്കൊന്നുമില്ല. അയാളെന്തിനും മറികടക്കാനുള്ള വഴിയാ നോക്കുക. അങ്ങനെയാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വലിയ കുറ്റങ്ങളൊന്നും കുറയില്ല. ഇപ്പൊ കൊലപാതകം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, കൊള്ള, വർഗീയ കലാപങ്ങൾ, അതൊന്നും കുറയില്ല. കുറയുന്നത് ചെറിയ കുറ്റങ്ങളാ പേടിച്ചിട്ട്. അത് നേരെ മറിച്ച് വലിയ കുറ്റങ്ങൾ കുറയണമെങ്കിൽ ആ കുറ്റങ്ങൾ ചെയ്യാനുള്ള സാധ്യത, പഴുതുകൾ സംവിധാനത്തിൽ ഇല്ലാതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരാൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാനും വേറെ ആൾക്ക് അത് എത്തിക്കാനും അത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മറച്ചു വെക്കാനും സംവിധാനം ഉണ്ടാവുകയും ഏതെങ്കിലും 1-2 പേര് അറസ്റ്റ് ചെയ്യും, ഒരു CBI കേസ് എടുക്കും, അത് കഴിഞ്ഞാൽ പോവും. കാരണം അടുത്ത വർഷത്തെ സംവിധാനത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. പക്ഷെ നമ്മൾ അറിയുന്നത് ലേറ്റ് ആവും. അതാണ് പ്രശ്നം. അറിയുന്നത് ലേറ്റ് ആവും. കാരണം ഇവരിങ്ങനെ ഇരുമ്പ് മറ പോലെ, നമ്മൾക്ക് ഇരുമ്പ് മറയും, ഇടപെടുന്നവർക്ക് വളരെ തുറന്ന വാതിലുമാണ്. ഇടപെടൽ നടത്തുന്നവർക്കൊക്കെ തുറന്ന വാതിലും, പൊതുജനങ്ങൾക്ക് ഇരുമ്പ് പറയും. അതുകൊണ്ട് ഇപ്പൊ 84 ദിവസം എന്തുകൊണ്ടാണ് ഈ ആൻസർ കീ വരാൻ വൈകിയെന്നത്? ആ ചോദ്യം എല്ലാവരും ചോദിക്കില്ലേ? ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തന്നെ ആൻസർ കീ ഉണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം നിങ്ങൾക്ക് ആൻസർ കീ പബ്ലിഷ് ചെയ്യാം. അപ്പൊ പ്രശ്നം എന്താ? ഈ ബാക്കി സബ്ജക്റ്റും കൊടുത്തുകൂടെ? അപ്പൊ ഇവർക്ക് എല്ലാത്തിലും സംശയമുണ്ട്. 3 സബ്ജക്ട് മാത്രമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇപ്പൊ. അതെ, ഇതിപ്പോ വായിച്ചിട്ട് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇല്ല, 3 വരുന്നതെന്ന് തോന്നി ഒരു ചടങ്ങിന് 3 ചെയ്തു എന്നേ ഉള്ളൂ. അതെ. നേരെ മറിച്ച് ഈ 87 സബ്ജക്റ്റിലും പ്രശ്നം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് അവിടെയാണ് ഇതൊരു വലിയ പ്രശ്നം സാർ. 87 പേജിലൊക്കെ ഒരു ഇത് അനിശ്ചിതത്വമാണ്. അനിശ്ചിതത്വം ഒരു ജനാധിപത്യത്തിൽ നല്ലതല്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മന്ത്രി, പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നവർ നമ്മൾ ബഹുമാനിക്കുന്നത്. ഇപ്പോ അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ പോലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വരാതിരുന്നത്. ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയും. ഇത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് വന്നതിനുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. പാർലമെന്റ് സമ്മേളനം ഇപ്പൊ കഴിഞ്ഞപ്പോഴാണ് പുറത്തു വിട്ടു. അതാണ് അതിന് ചതി. പാർലമെന്റിൽ മറുപടി പറയേണ്ട ചോദ്യമല്ലേ ഇത്? ഇവർക്ക് നേരത്തെ അറിയാലോ. ഇന്ന് രാവിലെ അറിഞ്ഞതൊന്നും അല്ലല്ലോ ഇത് ഇങ്ങനെ ഉണ്ടെന്ന്. 3 പരീക്ഷ നടത്തുന്നത് തീരുമാനിച്ച രാവിലെ അല്ലല്ലോ. ഈ ഉത്തരയ്ക്ക് കൊടുക്കാൻ വൈകി എന്നുള്ളത് ഇന്നത്തെ അല്ലല്ലോ. ചോദ്യങ്ങൾ നിരന്തരം ആവർത്തിച്ചു എന്നുള്ളത് ഇന്നലെ അറിഞ്ഞ വിവരമല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വരെ പാർലമെന്റ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇത് പുറത്തു വന്നതെങ്കിൽ പ്രധാനമന്ത്രിക്ക് അവസാന ദിവസം വരെ അവിടെ വരാൻ പറ്റില്ല. കാരണം ഒരു മറുപടിയില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇതിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, അപായ സാധ്യതകളില്ലാത്ത ഒരു സംവിധാനം ഇല്ലെങ്കിൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വരും കാലം വളരെ മോശപ്പെട്ട കാലം.